എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് 16 മുതൽ 18 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഓണനാളുകളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ പഠിത്തമൊന്നും ബാക്കിലോട്ട് പോകാൻ പാടില്ല. ഓണവും നമുക്ക് വേണം, അതേപോലെ തന്നെ നമ്മുടെ പഠിത്തവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ടാലന്റ് നിങ്ങൾക്കായിട്ട് ഏറ്റവും നല്ലൊരു ഓണം ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പഠിപ്പോണം പൊന്നോണം എന്ന് പറയുന്ന മെഗാ ഓഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ 50% വരെ ഓഫറിൽ വാങ്ങാൻ പറ്റുന്നതാണ്. സോ ഓരോ പുസ്തകങ്ങൾക്കും ഓരോ തരം ഓഫറുകളാണ്. സോ കൂടുതൽ ഓഫറുകളെ പറ്റി അറിയാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ടുള്ള 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായിട്ടുള്ള veranda.talentgala.com സന്ദർശിക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫറുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലം ടാലന്റിനൊപ്പം തന്നെ ആകട്ടെ, ഈ ഓഫറുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ്. നിയമനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു തലവേദന കേസാണ്. കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചു വെച്ചിരുന്ന, ഇപ്പോൾ റീസെൻ്റായിട്ട് മാറിയൊരു കാര്യം, അതിന് വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു. വേറൊന്നും അല്ല ഈ പറയുന്നത്, പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? നമ്മൾ റീസെൻ്റായിട്ട് പഠിച്ചതേ ഉള്ളൂ അല്ലേ. കൗശികൻ എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് കാരണം പുതിയ ഒരാളെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിയമിച്ചിരിക്കുന്നു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഡി സജിത് ബാബു. ആരാണ്? ഡോക്ടർ ഡി സജിത് ബാബു ആണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഈ കൗശികൻ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുക. ഇനി ആ സ്ഥാനത്തേക്ക് ആരെ എഴുതി വെക്കുക? ഡോക്ടർ ഡി സജിത് ബാബു ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ മുൻപേയൊക്കെ പഠിക്കുന്നൊരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ആശ്വാസ കിരണം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ ഈ പറയുന്ന കിടപ്പ് രോഗികളൊക്കെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയെ പറ്റി നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ബജറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ധനസഹായം, പ്രതിമാസ ധനസഹായം എന്ന് പറയുന്നത് 600 രൂപയായിരുന്നു. അതിൻ്റെ പ്രതിമാസ ധനസഹായം എത്രയായിരുന്നു? 600 രൂപയായിരുന്നു. അത് 1000 ആക്കുമെന്ന് ബജറ്റിൽ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നു, പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആശ്വാസ കിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ എത്രയാണ്? 1000 രൂപയാണ്. മുൻപെന്ന് പറയുന്നത് 600 രൂപയായിരുന്നു. അത് കൃത്യമായിട്ട് പഠിക്കുക. സാമൂഹ്യനീതി വകുപ്പിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ നിലവിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ കൂടി എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചിരിക്കണം. അത് VE അബ്ദുൽ ഗഫൂർ. ആരാണ്? VE അബ്ദുൽ ഗഫൂർ ആണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ആശ്വാസ കിരണം പദ്ധതിയുടെ പുതുക്കിയ ധനസഹായമാണ്. അത് 1000 രൂപയാണ്. ഇനി അടുത്തത്, കേരളത്തിൽ പുതിയ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥാപിതമാവുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് കേരളത്തിലെ പുതിയ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥാപിതമാവുന്നത് എവിടെയാണ്? അത് ട്രിവാൻഡ്രത്താണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. തിരുവനന്തപുരത്താണ്. ദെൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നു എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. ഇനി അതുപോലെ തന്നെ ഇതിവിടെ സ്ഥാപിതമാകുന്നത് നമ്മുടെ ദേശീയ ഫോറൻസിക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിവിടെ സ്ഥാപിതമാകുന്നത്. then അത് മാത്രമല്ല 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കേസുകളിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധന വേണമെന്നുള്ളൊരു നിബന്ധന ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എന്ത് ചെയ്യുന്നു, ശാസ്ത്രീയപരമായുള്ള പരിശോധനകൾ വളരെ എളുപ്പത്തിൽ നടത്താനായിട്ട് ഈ ഒരു ലബോറട്ടറി ഇവിടെ വരുന്നതോടുകൂടി എന്ത് ചെയ്യും പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അതുകൂടെ ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, സർക്കാർ സംവിധാനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് സീഡിറ്റ് പരിജ സൈബർ സെക്യൂരിറ്റി ലാബ് ആരംഭിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സീഡിറ്റ് എന്ത് ചെയ്തിരിക്കുന്നു, പരിജ സൈബർ സെക്യൂരിറ്റി ലാബ് ആരംഭിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. തന്നെ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടത്താണെന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. പട്ടത്താണ്. അപ്പോൾ അതും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയാണ്? ഈ സൈബർ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. ദെൻ അത് മാത്രമല്ല IT വകുപ്പും AI വകുപ്പും, കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാലും ആര് തന്നെ? കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക. ദെൻ ഈ ഒരു വാർത്ത നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വാർത്തയിൽ ഈ സീഡിറ്റ് റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മലയാളം ഫോണ്ടിനെ കുറിച്ച് കൂടി ഒരു പരാമർശം വാർത്തയിലുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഫോണ്ട് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അരളി എന്നാണ് ആ ഫോണ്ടിന്റെ പേര് കേട്ടോ. അരളി എന്ന് പറയുന്ന ഫോണ്ട് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീഡിറ്റ് ആണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ജസ്റ്റ് നിങ്ങളുടെ അറിവിലത്തേക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു വെക്കുന്നത് മാത്രം. അതിന് ഇനാഗുറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും കേട്ടോ. അപ്പോൾ സുഗന്ധഗിരി ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയത്തിന്റെ ആദ്യഘട്ടം എന്ത് ചെയ്യും? നവംബറിൽ പ്രവർത്തന സജ്ജമാകും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, വയനാട് ജില്ലയിലുള്ള സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മ്യൂസിയം വരാനായിട്ട് പോവുകയാണ്. അതായത് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയമാണ്. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിപ്പോൾ ഇന്ത്യയിലായാലും ശരി തന്നെയാണ്, നമ്മുടെ കേരളത്തിലായാലും ശരി തന്നെയാണ്. ഇതിലെ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക നമ്മുടെ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും അതുപോലെ തന്നെ കുറച്ച് കലാപം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. തലക്കൽ ചന്ദുവിനെ പോലുള്ള ഒരുപാട് കുറച്ച് നേതാക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള എന്താണ് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയം കേരളത്തിൽ നിലവിൽ വരികയാണ്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അതൊന്ന് കാര്യമായിട്ട് ഓർക്കുക. തന്നെ അത് പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചർച്ച ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 2027 സെൻസസിന്റെ നടപടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ നേരത്തെ നടക്കേണ്ട സെൻസസ് ആണ്, ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. സോ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ 2027 നടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഓൾറെഡി നമ്മൾ ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ അല്ലെ, എന്തൊക്കെയാ? പ്രഗതി അതേപോലെ തന്നെ വികാസ് അല്ലെ. പ്രഗതി അതേപോലെ തന്നെ വികാസ്, ഇത് രണ്ടുമാണ് 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ദെൻ ആരാണ് ഈ ഒരു സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം അല്ലെ. സുദർശൻ പട്നായിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സാൻഡ് ആർട്ടിസ്റ്റ്, അതൊരു മണൽ ശില്പ കലാകാരനാണ്. ആരെന്ന് പറയുന്നത്? സുദർശൻ പട്നായിക് എന്ന് പറയുന്നത്. സോ അദ്ദേഹമാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ദെൻ അത് മാത്രമല്ല, ഈ ഒരു സെൻസസിന് വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താ അതിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്? 1855. സോ ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം പറയാൻ പോവുകയാണ്. അതായത് 2027 സെൻസസിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള 40 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ത് ചെയ്തിരിക്കുന്നു? വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങളൊരു 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 12th ആയിക്കോട്ടെ, ഏത് ലെവൽ എഴുതുന്ന ആൾക്കാർ വേണമെങ്കിലും ആയിക്കോട്ടെ, A to Z വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? 2027 സെൻസസിന്റെ രണ്ടാം ഘട്ടത്തിനായിട്ടുള്ള 40 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ആ 40 ചോദ്യങ്ങളിലെ 10ാമത്തെ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മുൻപെന്ന് പറയുന്നത് ഈ പറയുന്ന SC ST ഈ ഒരു കാറ്റഗറി മാത്രമേ മെൻഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടുത്തെ 10ാമത്തെ ചോദ്യത്തിൽ എന്താണ്? SC ST ഓർ എന്താണ് കാസ്റ്റ്, അതെന്താണ് അവരുടെ ജാതി ഏത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. സോ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനൊപ്പം തന്നെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി എടുത്തു പോകുന്നു. സോ അത്തരത്തിലുള്ളൊരു ആദ്യത്തെ സെൻസസ് ആണ് 2027 എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് മുൻപ് വരെ SC ST എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജാതി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കാസ്റ്റ് കൂടി ചോദിക്കുന്നുണ്ട്. സോ അത് 10ാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഒട്ടുമിക്ക പത്രങ്ങളിലെയും മെയിൻ ഹെഡിങ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു 2027 സെൻസസ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻസസ് നടത്തുന്നതിനുള്ളൊരു നിയമമുണ്ട്. അത് ഏത് നിയമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് ഈ സെൻസസ് നടത്തുന്നത് കേട്ടോ. 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് സെൻസസ് നടത്തുന്നത്. അത് മനസ്സിലാക്കുക. 2027 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണെന്ന് മനസ്സിലാക്കുക. പ്രഗതി വികാസ് ആണ് ഭാഗ്യചിഹ്നങ്ങൾ എന്നുള്ള മനസ്സിലാക്കുക. ദെൻ സുദർശൻ പട്നായിക് ബ്രാൻഡ് അംബാസിഡർ ആണ്. ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1855 ആണെന്ന് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരം കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ പരീക്ഷാ തടയണയ്ക്ക് ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജിന്റെ ലോക പൈതൃക ജലസേചന നിർമ്മിതി അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് ഇറിഗേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന പദവി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഷോർട്ടാക്കി പറഞ്ഞു പോവാം. അതായത് നമ്മളിവിടെ പറയുന്നത് പരീക്ഷാ തടയണയെ കുറിച്ചാണ് കേട്ടോ. പരീക്ഷാ തടയണയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പരീക്ഷാ തടയണ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണുള്ളത്.
ഉത്തർപ്രദേശിലെ ബത്വ നദിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പരീക്ഷ തടയണ. ഉത്തർപ്രദേശിലെ ബത്വ നദിയിലാണ് എന്തെന്ന് പറയുന്നത്, പരീക്ഷ തടയണ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 140 വർഷത്തോളം പഴക്കമുള്ള ഒരു തടയണയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പരീക്ഷ തടയണ. മേ ബി ക്വസ്റ്റ്യൻ അങ്ങനെയും വരാം. പരീക്ഷ തടയണ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഏത് നദിയിലാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബത്വ നദിയിൽ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ, ബത്വ നദി എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് പറയും, യമുന കേട്ടോ. യമുനയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്, ബത്വ നദി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബത്വ നദിയിലാണ് പരീക്ഷ തടയണ സ്ഥിതി ചെയ്യുന്നത്. അത് ഉത്തർപ്രദേശിലാണ്. ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്, ഈ ഒരു ബത്വ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പരീക്ഷ തടയണയ്ക്ക് ലോക പൈതൃക ജലസേചന നിർമ്മിതി എന്ന് പറയുന്ന ഒരു പദവി ലഭിച്ചിരിക്കുന്നു. ഈ പദവി നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് ആണ് ഈ ഒരു പദവി നൽകിയത്. സോ അത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്, 79ാമത് വാർഷികമാണെന്ന് നമുക്കറിയാം. ദെൻ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത്, അതായത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചിരിക്കുന്നു. അത് 2026 സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ്. ദെൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തിയത്. ദെൻ അതിനുശേഷം അദ്ദേഹം ഒരു പ്രസംഗം നടത്താറുണ്ട്. സോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. സോ അദ്ദേഹം നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മത്സര പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിങ് ലഭ്യമാക്കുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കായിക രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നതിനായിട്ട് വലിയ തോതിൽ സ്പോർട്സ് ടാലന്റ് ഹണ്ട് പദ്ധതി ആരംഭിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന 2036 ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമായിട്ട് വയ്ക്കുകയാണ്. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കായിക രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നതിനായിട്ട് വലിയ തോതിൽ സ്പോർട്സ് ടാലന്റ് ഹണ്ട് പദ്ധതി ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്, അഹമ്മദാബാദിലാണ്. സോ അതുപോലെ ഇപ്പോൾ റീസെന്റ് ആയിട്ടായാലും ഇന്ത്യ ഒരുപാട് സ്പോർട്സ് ഈവന്റുകൾക്കൊക്കെ ആതിഥേയത്വം വഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത്, യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ഫോഴ്സ്, എന്താണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ഫോഴ്സ് എന്ത് ചെയ്യും, ആരംഭിക്കുക അല്ലെങ്കിൽ രൂപീകരിക്കുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, 2047 ഇന്ത്യയെ പൂർണ്ണ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 7 പ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സപ്തധാര എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ്, 2026 നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങില് നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ട്, സപ്തധാര എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഈ സപ്തധാര എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന 7 പുണ്യ നദികളുണ്ട്. അതായത് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ 7 നദികൾ. ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എന്താ പറയുക ഒരു സപ്തധാര എന്ന് പറയുന്ന കർമ്മ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ അതൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വച്ചേക്കുക. ദെൻ അത് എന്തോ ആയിക്കോട്ടെ, ഒരു പുരാണത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ അറിയേണ്ട ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സപ്തധാര എന്ന് പറയുന്ന കർമ്മ പദ്ധതി എന്ന് പറഞ്ഞു. സോ അതിലെ 7 പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ 7 സപ്ത എന്ന് പറയുമ്പോൾ 7ആണ്. അപ്പോൾ 7 പ്രധാന മേഖലകളെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ വികസനോട് ഉദ്ദേശിക്കുന്നത്. സോ ആ 7 പ്രധാന മേഖലകൾ എന്തൊക്കെയാണ്? ഒന്ന് ഉൽപാദനമാണ്, ദെൻ കൃഷിയും ഭക്ഷ്യ സംസ്കരണവും ഉണ്ട്, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ ഉണ്ട്, ദെൻ ഗതിശക്തി, അതേപോലെ തന്നെ പ്രതിരോധം, ദെൻ ഗ്രീൻ ബ്ലൂ എക്കണോമികൾ, ദെൻ സോഫ്റ്റ് പവർ. സോ ഈ 7 മേഖലകളെ ബേസ് ചെയ്തിട്ട് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അതായത് ശരിക്കും പറഞ്ഞാൽ 2047 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 100ാമത്തെ വാർഷികം 2047 അപ്പോൾ അതോടുകൂടി ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സപ്തധാരയിലെ 7 പ്രധാന മേഖലകളെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി മറ്റുള്ള പ്രഖ്യാപനങ്ങൾ നോക്കാം. രാജ്യത്ത് 8 അത്യാധുനിക സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റുകൾ എന്ത് ചെയ്യും, സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2047 ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 100 ജിഗാവാട്ടായി ഉയർത്തുക എന്ന ലക്ഷ്യവും എന്ത് ചെയ്തു, അദ്ദേഹം പ്രഖ്യാപിച്ചു. സോ ഇതൊക്കെയാണ് നരേന്ദ്രമോദി 2026 സ്വാതന്ത്ര്യദിന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും സപ്തധാരയും അതുമാത്രമല്ല സപ്തധാരയെ കണക്ട് ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം
കാര്യം ഇപ്പോൾ ശ്രീലങ്കൻ സീരീസ് നടക്കുകയാണ്, ശ്രീലങ്കയിലുള്ള ടെസ്റ്റ് പരമ്പര നടക്കുകയാണ്. അപ്പോൾ 2026 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തോടെ ഇന്ത്യ 600 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച രാജ്യം എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒരു വളരെ ചരിത്രപരമായ നാഴികക്കല്ലിൽ എത്തിയിരിക്കുന്നു. 600 ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തിൽ തന്നെ ഈ ഒരു നേട്ടത്തിലെത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. കാര്യം ഇംഗ്ലണ്ടാണ് ഇപ്പോൾ ഓൾറെഡി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച രാജ്യം, രണ്ടാമത് ഓസ്ട്രേലിയ, അതിനുശേഷം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ 600 ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം എന്നായിരുന്നു ആർക്കെതിരെയായിരുന്നു, ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം ജയിച്ചത് എന്നായിരുന്നു ആർക്കെതിരെയായിരുന്നു. ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം കളിച്ചത് 1932 കേട്ടോ. 1932 ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം കളിക്കുന്നത്. ആർക്കെതിരെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് മത്സരം കളിച്ചത്. സോ 1932 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് മത്സരം കളിച്ചു. സോ നമുക്കൊരു അഡീഷണൽ കാര്യം കൂടി നമുക്കൊന്ന് കയറ്റി പിടിക്കാം. അതായത് ഈ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ, ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CK നായിഡു കേട്ടോ. CK നായിഡു ആണ് ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഇന്ത്യ പരാജയപ്പെട്ടു. ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം ജയിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം വിജയിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയേ, ഇന്ത്യ ആദ്യമായിട്ട് കളിച്ചതും ഇന്ത്യ ആദ്യമായിട്ട് ജയിച്ചതും ഇംഗ്ലണ്ടിനെതിരെയാണ്. ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം കളിച്ചത് 1932 ആണെങ്കിലും ഇന്ത്യ ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം വിജയിച്ചത് 1952 ഇംഗ്ലണ്ടിനെതിരെയാണെന്ന് പറഞ്ഞു. ഈ മത്സരത്തിൽ, അതായത് ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് മത്സരം ജയിച്ച മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയ് ഹസാരെ. നമുക്കറിയാം അല്ലെ, വിജയ് ഹസാരയുടെ പേരിൽ ട്രോഫിയൊക്കെ ഉണ്ട് അല്ലെ, ഒരു ആഭ്യന്തര ടൂർണമെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വിജയ് ഹസാരെ ആയിരുന്നു 1952 ഇംഗ്ലണ്ടിനെതിരെ മത്സരം വിജയിപ്പിച്ച ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതുകൂടെ ഓർക്കുക. ഓൾറെഡി നമുക്കറിയാം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയത് സച്ചിനാണ്. സച്ചിൻ അന്താരാഷ്ട്ര ടെസ്റ്റിൽ 50 സെഞ്ചുറികളുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ കുംബ്ലെയാണ്. ടോട്ടലി മൊത്തത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ അനിൽ കുംബ്ലെ 4ാം സ്ഥാനത്താണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയ താരം എന്ന് പറയുന്നത് അനിൽ കുംബ്ലെയാണ്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2026 കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ശ്രദ്ധിക്കുക, PSC ഇങ്ങനത്തെ കൊനസ്റ്റുകളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ്, കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞത് കൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെയൊക്കെ ശ്രദ്ധ എവിടേക്ക് പോകും, അങ്ങ് ഗ്ലാസ്ഗോയിലോട്ട് പോകും. കാര്യം 2026 കോമൺവെൽത്ത് എന്ന് കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓപ്ഷനിൽ ഗ്ലാസ്ഗോയും കാണും. നിങ്ങൾ ആ ഗ്ലാസ്ഗോ എഴുതി വെക്കും, ബാക്കി നോക്കത്തില്ല. സോ ശ്രദ്ധിക്കുക, 2026 കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഗോസ് ആണ്. അത് നൈജീരിയയിലാണ്, നൈജീരിയയിലെ ലാഗോസിലാണ് നടന്നത്. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ജേതാക്കളായത് അല്ലെങ്കിൽ മെഡൽ ടേബിൾ ഒന്നാമത് വന്നത് നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ് എന്ത് ചെയ്തത്, മെഡൽ ടേബിളിൽ 1ാം സ്ഥാനത്ത് വന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യ ആകെ നേടിയത് 13 സ്വർണ്ണമാണ്. അതിനൊപ്പം തന്നെ 8 വെള്ളി മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 14 വെങ്കല മെഡലുകളും ഇന്ത്യ നേടിയിട്ടുണ്ട്. ആകെ 35 മെഡലുകളാണ് ഇന്ത്യ ഈ ഒരു ഈവന്റിൽ സ്വന്തമാക്കിയത്. സോ 35 മെഡലുകൾ നേടിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി. ഈ പറയുന്ന ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലാഗോസ് ആണ്. കോമൺവെൽത്ത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ നേരെ ഗ്ലാസ്ഗോയിലേക്ക് പോകരുത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യ ദിന ചടങ്ങിൽ ചില ഗാലണ്ടറി അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. സോ അത്തരത്തിൽ നമ്മുടെ 2026 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ശൗര്യചക്ര ലഭിച്ച മലയാളി ആരാണ്? കാര്യം ഈ ശൗര്യചക്ര ഇപ്പോൾ 2026 19 പേർക്കാണ്, ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 19 പേർക്കാണ് ശൗര്യചക്ര കിട്ടിയത്. അതിലൊരാൾ മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ, മേജർ തരുൺ വാസുദേവനാണ്. ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കുക. കീർത്തി ചക്ര ഉണ്ട്. കീർത്തി ചക്ര കിട്ടിയത് 9 പേർക്കാണ് കേട്ടോ. 9 പേർക്ക് കീർത്തി ചക്ര കിട്ടി. 19 പേർക്കാണ് ഈ പറയുന്ന ശൗര്യചക്ര കിട്ടിയത്. സോ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് മാത്രം. ഇനി അടുത്തത് നമ്മുടെ 2026 ഓഗസ്റ്റിൽ അന്തരിച്ചൊരു ബംഗാളി ചലച്ചിത്ര സംവിധായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് രാജാ സെൻ എന്നാണ്. സോ ഇതിൻ്റെ പേരുടെ പറയാൻ കാര്യം, ഇദ്ദേഹം 3 ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 3 തവണ നേടിയ വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത് ഈ പറയുന്ന രാജാ സെൻ എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം.
ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓഫർ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. അതായത് ഈ വരുന്ന എന്താണ് ഓണക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തവും അതേപോലെ തന്നെ ഓണം എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടി ടാലൻറ്റ് ഏറ്റവും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ടാലൻറ്റിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് 50% വരെയുള്ള ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ദെൻ ഓരോ ടൈറ്റിലിനനുസരിച്ച് ഓഫർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓഫറിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് 75 93 98 57 87 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ verandah.channelgala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ എന്തായാലും ഇനി അതല്ല എങ്കിൽ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ QR കോഡ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 17 തുടങ്ങിയിട്ടുണ്ട് ഓഫർ. ഓഗസ്റ്റ് 31 വരെയാണ് ഈ ഓഫറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സ് ഇതുവഴി പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലം ടാലൻറ്റിനൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് പറഞ്ഞു. അപ്ഡേഷൻ പോയിന്റ് ആണ് അത് ഡോക്ടർ D സജിത് ബാബു ആണ്. അതിനുശേഷം ആശ്വാസ കിരണം പദ്ധതി ഓൾറെഡി നമുക്കറിയാം 600 രൂപയാണ് പ്രതിമാസ ധനസഹായം. അത് എത്രയായിട്ട് ഉയർത്തിയിട്ടുണ്ട്? 1000 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആശ്വാസ കിരണം. അതിനുശേഷം പറഞ്ഞത് കേരളത്തിൽ പുതിയ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അതിനുശേഷം പറഞ്ഞു സർക്കാർ സംവിധാനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് സീഡിറ്റ് പരിച സൈബർ സെക്യൂരിറ്റി ലാബ് ആരംഭിച്ചിരിക്കുന്നു. പട്ടത്താണ് ആരംഭിച്ചത്. ഇത് ആരംഭിച്ച ഈ ഒരു സമയത്ത് തന്നെ ഇവർ സീഡിറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഫോണ്ട് അരളി എന്ന് പറയുന്ന ഒരു ഫോണ്ട്, മലയാളം ഫോണ്ട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇനാഗുറേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. വയനാട് ജില്ലയിലെ സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വരാൻ പോവുകയാണ്. സോ അതിൻ്റെ പണികളൊക്കെ നടക്കുവാണ്. അപ്പോൾ നവംബറിൽ അത് ഏകദേശം എന്ത് ചെയ്യും, പ്രവർത്തന സജ്ജമാകും. അതിൻ്റെ ആദ്യഘട്ടം പ്രവർത്തന സജ്ജമാകും. സോ അതാകട്ടെ ആ സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് ചർച്ച ചെയ്യും കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 2027 സെൻസസിന്റെ 2ാം ഘട്ടത്തിനായിട്ടുള്ള 40 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. സോ സെൻസസ് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട കാര്യമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ മീൻസ് 2027 നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വർഷ അവസാനമൊക്കെ നടക്കാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ തന്നെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യചിഹ്നം പ്രഗതിയും അതുപോലെ തന്നെ വികാസമാണെന്ന് പഠിക്കുക. 1855 ടോൾ ഫ്രീ ആണെന്ന് പഠിക്കുക. സുദർശൻ പട്നായിക് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ള കാര്യം പഠിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതിനുശേഷം പരീക്ഷാ തടയണയെ പറ്റിയാണ് പറഞ്ഞത്. ഉത്തർപ്രദേശിലാണ്, ബെത്വ നദിയിലാണ്. അപ്പോൾ അടുത്തിടെ ഈ ഒരു പരീക്ഷാ തടയണയ്ക്ക് ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജിന്റെ ലോക പൈതൃക ജലസേചന നിർമ്മിതി അഥവാ വേൾഡ് ഹെറിറ്റേജ് ഇറിഗേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പദവി കിട്ടിയിരിക്കുന്നു. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ 600ാമത്തെ മത്സരം ഏത് ടീമിനെതിരെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു 600 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നോട് കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു? 2026 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പാണ് പറഞ്ഞത്. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്. കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഗ്ലാസ്ഗോയിലാണ്. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഗോസ്, നൈജീരിയ. അതിനുശേഷം 2026 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ശൗര്യചക്ര ലഭിച്ച മലയാളിയെ നമ്മൾ പറഞ്ഞുള്ളൂ, മേജർ തരുൺ വാസുദേവൻ. നമ്മൾ പറഞ്ഞു ശൗര്യചക്ര 19 പേർക്കാണ് കിട്ടിയത്, 9 പേർക്ക് കീർത്തിചക്ര കിട്ടി. സോ നമ്മളുടെ മലയാളിയെ മാത്രം നോട്ട് ചെയ്തു. ആരാണ്? മേജർ തരുൺ വാസുദേവൻ. അതിനുശേഷം ഒരു വിയോഗമാണ് പറഞ്ഞത്. രാജാ സെൻ എന്ന് പറയുന്ന ബംഗാളി സംവിധായകൻ എന്ത് ചെയ്തു? 2026 ഓഗസ്റ്റിൽ അന്തരിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ദി ഫസ്റ്റ് സീസൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? സുനിൽ ഛേത്രിയാണോ, വീരൻ ഡി സിൽവയാണോ, ഹർമൻപ്രീത് സിംഗ് ആണോ, ആശിഷ് യാദവ് ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഡൽഹി സർക്കാർ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്കായിട്ട് ആരംഭിച്ച വിദ്യാവാഹിനി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അത് സൗജന്യ ലാപ്ടോപ്പ് നൽകാനുള്ളതാണോ, സൗജന്യ യൂണിഫോം നൽകാനുള്ള പദ്ധതിയാണോ, അതോ സൗജന്യ സൈക്കിൾ നൽകാനുള്ള പദ്ധതിയാണോ, ഇനി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണോ? കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയത് 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദീപ്തി ഗൗർ മുഖർജിയാണ്. കൃത്യമായിട്ട് ഓർത്തേക്കുക.
രണ്ടാമത്തെ ചോദ്യം, ഹംഗറിയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ്. ആൻഡ്രാസ് ബക്കയാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഓഗസ്റ്റ് 16 മുതൽ 18 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.